വോട്ടെണ്ണൽ തലേന്നും കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ചേരി തിരിഞ്ഞിരിക്കുന്ന അണികളെ കൂടിയാണ് കാണുന്നത്. പത്തനംതിട്ട കുന്നന്താനത്ത് വി.ഡി. സതീശനായും പരുമലപ്പള്ളിയിൽ ചെന്നിത്തലയ്ക്ക് വേണ്ടിയും പ്രത്യേക കുർബാന അർപ്പിച്ചു. സതീശന് വേണ്ടി ഇന്നും പലയിടത്തും ഫ്ലക്സുകളും ഉയർന്നു. ഹരിപ്പാട് വി.ഡി. സതീശൻ അനുകൂല ഫ്ലക്സുകൾ നശിപ്പിച്ച നിലയിലും കണ്ടെത്തി. പത്തനംതിട്ട കുന്നന്താനം സെന്റ് ഫ്രാൻസിസ് SCC മലങ്കര കത്തോലിക്ക പള്ളിയിലായിരുന്നു വി.ഡി. സതീശനായുള്ള കുർബാന. വികാരി ജേക്കബ് മാത്യു അരീക്കൽ കാർമ്മികത്വം വഹിച്ചു. പരുമലപ്പള്ളിയിൽ രമേശ് ചെന്നിത്തലയ്ക്കായി യൂത്ത് കോൺഗ്രസ് പള്ളിപ്പാട് മണ്ഡലം പ്രസിഡന്റ് സിജോ കുഞ്ഞാണ്ടിയാണ് പ്രത്യേക കുർബാന അർപ്പിച്ചത്. വി.ഡി. സതീശൻ കേരളത്തെ നയിക്കട്ടെയെന്ന് പറവൂർ ഡോൺ ബോസ്കോ പള്ളി വികാരി പ്രിൻസ് പടമാട്ടുമേൽ ആശംസിച്ചു. മലപ്പുറത്തും പത്തനംതിട്ടയിലും തൊടുപുഴയിലും ആലുവയിലും വി.ഡി. സതീശനായി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. തൊടുപുഴയിൽ വി.ഡി. സതീശന് അനുകൂലമായി ഫ്ലെക്സ് വെച്ചതിന്റെ ചുമതല കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി ഏറ്റെടുത്തു. ഇവിടുത്തെ സാധാരണക്കാരുടെ ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഇലക്ഷൻ പ്രവർത്തനങ്ങളുമായിട്ടും എല്ലാം മുന്നോട്ട് പോകുമ്പോഴേക്ക് അവരെല്ലാം ആഗ്രഹിച്ച ഒരു സാധനമാണ് ഈ കാണുന്ന ഈ ഫ്ലെക്സിലൂടെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. ഹരിപ്പാട് കരുവാറ്റയിൽ വി.ഡി. സതീശനെ അനുകൂലിച്ചുള്ള ഫ്ലെക്സ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. യു.ഡി.എഫിന് ഭരണം ലഭിച്ചാൽ മാനദണ്ഡമനുസരിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. എല്ലാം പരിഗണിക്കാൻ നോക്കാം. നമുക്ക് അതിനൊരു മാനദണ്ഡമുണ്ട്, ഒരു നടപടിക്രമമുണ്ട്. അത് പാലിച്ച് കാര്യങ്ങൾ എത്രയും വേഗത്തിലാക്കാൻ തീരുമാനിക്കും. റിസൾട്ട് ഒന്ന് കാക്കാം. നിലവിൽ MLA ആകുന്നയാൾ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് നിർബന്ധമില്ലെന്നായിരുന്നു VK ശ്രീകണ്ഠന്റെ പ്രതികരണം. മത്സരിച്ച് ജയിച്ച ആളെ MLA ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അതിൽ നിന്നും വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അതല്ലാതെ തന്നെ ഇതിനു മുമ്പും മന്ത്രിയായിട്ടുള്ള ആളുകളുണ്ട്, പല പാർട്ടിയിലുണ്ട്. 6 മാസത്തിനുള്ളിൽ MLA ആയാൽ മതിയെന്നുണ്ട്. ഇതെല്ലാം പാർട്ടിയാണ് പരിഗണിക്കുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്